നമസ്കാരം. ക്രൈം വാർത്തകൾ. കലൂർക്കാട് പോലീസ് സ്റ്റേഷൻ SIയെ വാഹനമിടിച്ചു കൊല്ലാൻ തുടങ്ങിയ പ്രതി മുഹമ്മദ് ഷരീഫ് കുറ്റകൃത്യം കഴിഞ്ഞ് 5-ാം ദിവസമാണ് കോടതിയിൽ കീഴടങ്ങുന്നത്. പ്രതിയെ കലൂർക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പിന് കൊണ്ടുവന്നു. പ്രതി കഞ്ചാവ് കേസിൽ വാഴക്കുളം പോലീസ് സ്റ്റേഷനിൽ 12/6/2025 5 NDPS CRO 0125 കേസിൽ 5000 രൂപ പിഴ അടപ്പിച്ചിട്ടുള്ളതാണ്. വീണ്ടും കഞ്ചാവ് ബിസിനസ്സുമായുള്ള തൊഴിലിൽ കലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ചാണ് പോലീസിന്റെ മുന്നിൽ പെടുന്നത്. ഇവന്റെ വാഹനം കിടക്കുന്നത് കണ്ട് സംശയം തോന്ന കലൂർക്കാട് SI വാഹനം ചെക്ക് ചെയ്യാൻ ചെന്നപ്പോഴാണ് ഇവൻ SIയെ വാഹനം ഇടിപ്പിച്ച് കടന്നു കളഞ്ഞത്. വാഹനത്തിൽ ഉണ്ടായിരുന്ന കഞ്ചാവും മറ്റു മയക്കുമരുന്നുകളും പിടിക്കപ്പെടാതെ ഇരിക്കാനായിരിക്കാം പോലീസിനെ വണ്ടി ഇടിപ്പിച്ചിട്ട് ഇവൻ രക്ഷപ്പെട്ടത്. ശേഷം രക്ഷപ്പെട്ട പ്രതി തൊടുപുഴയ്ക്ക് സമീപം വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു. കഞ്ചാവും കൊണ്ട് പ്രതി രക്ഷപ്പെട്ടെങ്കിലും വാഹനം ഇടിച്ചു വീഴ്ത്തിയിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥനെയാണ്. അന്വേഷണത്തിന് തടയിടാൻ ഒരു രാഷ്ട്രീയ പിന്തുണയ്ക്കും സാധ്യമല്ല. രക്ഷയില്ലാതെ കൊടും കുറ്റവാളികളെ മാത്രം സംരക്ഷിക്കുന്ന ചില പ്രത്യേക നിയമപാലകരുടെ കൃത്യമായ ഉപദേശപ്രകാരം പ്രതി കോടതിയിൽ കീഴടങ്ങുകയും ശേഷം തെളിവെടുപ്പിന് കൊണ്ടുവന്നെങ്കിലും ചില സിനിമയിലെ വില്ലന്റെ രീതിയിലാണ് പോലീസിനെ വീണ്ടും പ്രതിക്കൂട്ടിലാക്കുന്ന പ്രതിയുടെ നാടകീയ രംഗങ്ങൾ. പിടിച്ചതിനെ കൊണ്ടെല്ലാം പറയിക്കണേ ഇടിച്ചോ, കുഴപ്പമില്ല. സ്റ്റാർട്ടിങ്ങിൽ പറയാം സാർ സ്റ്റിയറിംഗ് പിടിച്ച് തിരിച്ചപ്പോ കാലി കയറി. അപ്പൊ ഞാൻ പേടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ടിങ്ങിലായിരുന്നു. വണ്ടിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഇറക്കിയിട്ട് ഇവിടെ ആയിട്ട് ഈ ഇറക്കത്തിന് ഈ ഭാഗത്താണ് വണ്ടി ഏത് ഡയറക്ഷനാണ്? ഇങ്ങോട്ട് നിർത്തിയിട്ടൊക്കെ റണ്ണിങ് സ്റ്റാർട്ടിങ്ങിലാണ്. സ്റ്റാർട്ടിങ് ചെയ്തപ്പോൾ സാറ് വന്ന് വണ്ടി നിർത്താൻ വണ്ടി സൈഡിൽ ഒന്ന് നിർത്തി. എന്നിട്ട് സാറ് സ്റ്റിയറിംഗ് പിടിച്ചിരിച്ചപ്പോ സാറിന്റെ കാലി കയറുന്ന കണ്ടപ്പോൾ ഞാൻ വണ്ടി എടുത്തോണ്ട് പോയി. അത് മൂന്നാമത് കാലം കയറണം. ഇങ്ങനെ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് പറയാ സാർ സ്റ്റിയറിംഗ് പിടിച്ച് തിരിച്ചപ്പോ കാലി കയറി. അപ്പൊ ഞാൻ പേടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ടിങ്ങിലായിരുന്നു. ആവശ്യപ്പെട്ടത് സ്റ്റിയറിംഗ് പിടിക്കേണ്ട കാര്യം സാർ വന്ന് പിടിച്ചു. കള്ളം പറഞ്ഞ കള്ളമല്ല സാർ ഉള്ളവര് പറഞ്ഞു. കാലി കയറുക കണ്ടപ്പോ ഞാൻ വണ്ടി എടുത്തു. കാരണം എന്റെ വയസ്സിന്റെ പിറ്റേ ദിവസം കൂട്ടിക്കൊണ്ടുപോണ ചടങ്ങുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പേടിച്ചിട്ട് വണ്ടി എടുത്തു. സാറേ ഇനി ഉപദ്രവിച്ച് വേറെ ഇതാക്കേണ്ട അതെ സാറേ. പിടിച്ചതിനെ കൊണ്ടെല്ലാം പറയിക്കണേ ഇടിച്ചോ, സാറേ കുഴപ്പമില്ല. സാറേ, അന്ന് ഈ അപകടം ഉണ്ടായ ദിവസം നമുക്ക് എങ്ങനെയാണ് ഈ വാഹനം ചെക്ക് ചെയ്യാനൊരു സംശയം തോന്നിയത്? അന്നുണ്ടായ സാഹചര്യം എന്ന് പറയാമോ? വൈകിട്ട് 3:30 സ്റ്റേഷനിൽ ഞങ്ങൾ പെട്രോളിങ്ങിനായിട്ട് പുറത്തിറങ്ങി. ഞാനും ജിബി എന്ന് പറഞ്ഞൊരു പോലീസുകാരനായിരുന്നു. പുള്ളിയാണ് വണ്ടി ഓടിച്ചത്. അപ്പോൾ അങ്ങനെ ടൗണിൽ പെട്രോളിങ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ആപ്പുഴ ഭാഗത്തോട് ഫുട്ബോൾ മത്സരം ഉണ്ട്. അവിടെ ചെറിയ എന്തോ കസർച്ച ഉണ്ടെന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിന്ന് കോൾ വന്നായിരുന്നു. അപ്പോൾ ആ സമയത്ത് നാഗപ്പുഴയ്ക്ക് വന്ന് പറഞ്ഞിട്ട് ഞാൻ ജിബിയുടെ അടുത്ത് പറഞ്ഞ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയാഞ്ചിറ ഭാഗത്തെത്തിയപ്പോൾ റോഡിന് ലെഫ്റ്റ് സൈഡിൽ റോഡ് അരികിലായിട്ട് ഒതുക്കി ഒരു ബ്ലാക്ക് സാൻഡ്രോ ഒതുക്കിയിട്ടേക്കുന്നുണ്ട്. അപ്പോൾ വണ്ടിയൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 ചെറുപ്പക്കാരെ എൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സിലിട്ട് താത്തിയിട്ടേക്കുമായിരുന്നു. 2 ചെറുപ്പക്കാരിരിക്കുന്നുണ്ട്. പോലീസിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്തോ കയ്യിൽ നിന്ന് താഴേക്ക് ഇടുന്ന പോലെ എന്താ കൈമാറ്റം ചെയ്യുന്ന പോലെ എനിക്ക് പെട്ടെന്നൊരു തോന്നൽ. അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശം മോളിന്നുണ്ടായിരുന്നു. ലഹരി വസ്തുക്കൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ പിടിക്കണം, കർശനമായിട്ട് വാഹന പരിശോധന നടത്തണമെന്ന് SP BJPയുടെ അവിടെ നിന്ന് മോളിൽ നിന്നൊക്കെ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ പെട്ടെന്ന് ഇരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു തോന്നൽ വന്നു. അതിന് വല്ല മയക്കുമരുന്ന് അങ്ങനെ എന്തെങ്കിലും വല്ല ഉപയോഗിക്കണമാണോ എന്താണെന്നോ നോക്കാടാ ജിബി, വണ്ടി ഒന്ന് നിർത്താൻ പറഞ്ഞു. വണ്ടി പാർലായിട്ട് ഇച്ചിരി മുന്നോട്ട് വരെ നിർത്തി കഴിഞ്ഞപ്പോഴേക്കും വണ്ടി നിർത്തി ചവിട്ടി കഴിഞ്ഞപ്പോൾ ഈ കാറ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ അപ്പോൾ GBT ഞാൻ പറഞ്ഞാൽ വണ്ടി അവൻ എടുത്ത് പോകുമല്ലോ, ലെഫ്റ്റിൽ കൂടെ തന്നെ കയറി പോകുന്ന തോന്നുന്നു. നീ വണ്ടി ഒന്ന് ബ്ലോക്ക് ചെയ്യണം പറഞ്ഞിട്ട് കയറ്റി അങ്ങ് വട്ടം വെച്ച് ഫ്രണ്ടും കയറ്റിയിട്ടു. കയറ്റിയിട്ടായിട്ട് ഞാൻ പതുക്കെ ഫ്രണ്ട് സീറ്റിൽ നിന്ന് ഇറങ്ങി വന്ന് അപ്പോൾ ഈ വണ്ടി ഓഫ് ചെയ്തു. സ്വാഭാവികമായിട്ട് കാർ ഓഫ് ചെയ്തു. സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഞാൻ അടുത്തേക്ക് വന്നു. എടാ വണ്ടിയിൽ നിന്ന് ഇറക്കിക്ക്, എന്താ പരിപാടി എന്നാ, വണ്ടി ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഡ്രൈവർ സൈഡിന്റെ അപ്പർ സീറ്റിലിരുന്നവൻ ഇറങ്ങി, ഒരു ബ്ലാക്ക് ഷർട്ടാണോ അങ്ങനെ എന്തോ ഇട്ട ഒരുത്തൻ ഇറങ്ങി എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. അപ്പൊ ഞാൻ ഈ കീച്ചേനെ കയറി പിടിച്ചതല്ല, താക്കോലെ കയറി പിടിച്ചിട്ട് ഓഫ് ചെയ്തു. ഓഫ് ചെയ്തപ്പോൾ ഇവൻ എൻ്റെ കയ്യിലേക്ക് ഹോൾഡ് ചെയ്തു. അത് ചെറിയൊരു
ഇവിടെ ഞാൻ ഇങ്ങനെ താക്കോലെ പടി ഇങ്ങനെ ടീച്ചറോട് കൂട്ടി പിടിച്ചു കഴിഞ്ഞപ്പോ വണ്ടി ഓഫായി. താക്കോൽ ഊരി പോന്നു കരുതി ഞാൻ ഈ ചൈനും എല്ലാം കൂടെ എന്റെ പോക്കറ്റിലേക്ക് ഇട്ടു. അപ്പോഴേക്കും സ്റ്റിയറിംഗിൽ 2 സ്റ്റഡി ആയിട്ട് പിടിച്ചേക്കും. അങ്ങനെയാണ്. അപ്പൊ നല്ല സ്ട്രൗട്ട് ആള്. അപ്പൊ ഈ കൂടെ വന്നവൻ എന്റെ അടുത്ത് വന്ന് എന്തോ പറഞ്ഞിട്ട് നീ പോടാന്ന് പറഞ്ഞപ്പോ അവൻ അങ്ങോട്ട് ഓടി ഇറങ്ങി. അപ്പുറ സൈഡിലിരുന്ന ആള്. അപ്പോഴേക്കും ഇവനായിട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇവനെന്ത് പിടിവിടുന്നില്ല. 2 പ്രാവശ്യം സ്റ്റിയറിംഗ് പിടിക്കുന്നവരോട് വിടല്ല. അപ്പൊ അതിവിടെ പിക്കപ്പ് ആയിരുന്നു അതിൽ കൂടെ പോണ്ടായി. അപ്പൊ അവരോട് നിർത്തി അവരെന്തോ അവിടെ നിർത്തണമെന്ന് പറഞ്ഞു. എല്ലാവരും ഒന്ന് ഇറങ്ങി വാ നോക്കാന്ന് പറഞ്ഞു നമുക്ക്. അപ്പോഴേക്കും ഈ ജിബി എന്ന് പറഞ്ഞ പോലീസുകാരനെ ഞാൻ വിളിച്ചു, ജിബി ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. അപ്പൊ ഈ സമയം വണ്ടി സ്റ്റാർട്ടാക്കി. അത് ഞാൻ ശ്രദ്ധപ്പെടുന്നില്ല. ഈ വണ്ടി താക്കോല് ഊരിയെങ്കിലും എൻ്റെ കയ്യിൽ കീ ചെയിനും അതിന്റെ ബാക്കിയുള്ള ബോർഡും സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. താക്കോല് ആ വളയത്തിൽ നിന്ന് ഇതങ്ങ് വിട്ടുപോകുന്നു. താക്കോല എൻ്റെ അടുത്തുള്ള കാര്യം ഞാൻ ശ്രദ്ധപ്പെട്ടില്ല. അപ്പൊ ഈ പിടുത്തുവലിയുടെ ഇടയ്ക്ക് അപ്പൊ മൊത്തം കിട്ടിയില്ലോ എന്നുള്ള വണ്ടി ഓഫ് ആയതുകൊണ്ട് രീതിയിൽ ഞാൻ ഇരിക്കുന്നു. അപ്പൊ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഇട്ടേക്കുന്ന ഒരു സൗണ്ട് എനിക്ക് അന്നേരം കിട്ടിയില്ല. ജിബി കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഓടാണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ അവന് മനസ്സിലായില്ല ഒരാളോട് സഹായിക്കാണ്ട് അവർ പിടിക്കുമെന്നുള്ളൊരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ റേസ് ചെയ്ത് പെട്ടെന്ന് വണ്ടി ഫ്രണ്ടിലേക്ക് പോലാണ്. ബ്ലോക്കായി കിടക്കുന്നു. പിന്നെ ഒരു മതിലേക്ക് കയറി കിടക്കുവായിരുന്നു വണ്ടി. റിവേഴ്സ് എടുത്തു കഴിഞ്ഞപ്പോൾ ലെഫ്റ്റ് ഫുൾ ഒടിഞ്ഞിരിക്കുന്ന വണ്ടി ആയതുകൊണ്ട് റൈറ്റിലേക്ക് അങ്ങനെ തട്ടു വന്നു. ഞാൻ ഡ്രൈവറുടെ സൈഡിൽ നിൽക്കുവാണല്ലോ. റോഡിലേക്ക് മണക്കം വിട്ടേക്കും പറഞ്ഞു പോയി. ലെഫ്റ്റ് വണ്ടി ഫുള്ള് ഒടിച്ചിട്ടേക്കും. വണ്ടി റിവേഴ്സ് എടുത്ത് കഴിഞ്ഞപ്പോൾ റൈറ്റിലേക്ക് തള്ളി വന്നു. ഡ്രൈവർ സൈഡിൽ നിൽക്കുന്നു. റോഡിലേക്ക് മലക്കം വെട്ടിയൊക്കെ മറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ വലത് കാലം കൂടെ ആദ്യം വണ്ടി ഒന്ന് കയറി. റിവേഴ്സ് വന്നു കഴിഞ്ഞപ്പോ അപ്പോഴേക്കും അവിടെ കൂടിയുള്ള ആളെ പോലീസുകാരെല്ലാം കൂടി ഭയങ്കര ഒച്ചപ്പാടും പാടായി. പിന്നെ അവരൊന്നുകൂടെ ഫ്രണ്ടിലേക്ക് എടുത്തെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോഴേക്കും എനിക്കൊരു തലകറക്കം പോലെയൊക്കെ തോന്നിയായിരുന്നു. അങ്ങനെ കയറി എന്റെ കാലിന്റെ പോലും ഒന്നോടെ കയറി എനിക്ക് തോന്നുന്നു. അപ്പൊ ഈ കാല് വലിക്കാൻ നോക്കി. ഈ കാല് ഞാൻ അപ്പോഴേക്കും ഇച്ചിരി അകത്തിയായിരുന്നു. റിവേഴ്സ് പിന്നെ പോകാനാന്ന് വരും. പിന്നെ ആ ബോഡി ഇങ്ങനെ വന്നിട്ട് ഈ വണ്ടി ഒന്ന് ഇങ്ങനെ സ്കിഡ് ചെയ്ത് ലെഫ്റ്റ് ഒടിച്ച് വെച്ചേക്കുള്ളൂ. അപ്പൊ ജാമായിട്ട് ഇങ്ങനെ പോരുക. ഒരു പഴയ പൊട്ട വണ്ടിയായിരുന്നു. എന്റെ ഫാൻ ബെൽറ്റും പോയായിരുന്നു ആ സമയം. ഫ്രണ്ടിലെ വീലും പഞ്ചറായിരുന്നു. അങ്ങനെ പിടിച്ച് ഇങ്ങനെ എന്റെ കൈയും പോയി തുടയും കൂടി ജാമായി ഇങ്ങനെ കയറി പോകുന്നു. വണ്ടി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഞാൻ എല്ലാ ഈശ്വരന്മാരെയും വിളിച്ചു വന്നത്. ചെനക്കിലൊക്കെ പിന്നെ ഇരുട്ടായി. ഡാഷ്ബോർഡ് അതിന്റെ റണ്ണിങ് ബോർഡാണ് എന്നാണോ വന്നെ. ഞാൻ കൈ ഇങ്ങനെ ഇവിടുന്ന് വലിച്ചിട്ട് ഈ കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്തു രണ്ടും കൂടെ കൂടി. അപ്പൊ ഇങ്ങനെ എനിക്ക് തോന്നുന്നു എനിക്ക് അവിടെ ഇങ്ങനെ ഉറഞ്ഞ് ഇങ്ങനെ കഴുത്തിന്റെ ഈ പാടുണ്ട്. ടയറ് വണ്ടി സ്കിപ്പ് ചെയ്താ പോകുന്നത്. ഇങ്ങനെ ഞാൻ റോഡിൽ മറന്ന് കിടക്കുക. ഇങ്ങനെ കാല് പോയി. അപ്പൊ ഈ കാല് വലിച്ച് അടിക്കാൻ നോക്കിയപ്പോ ഈ കാല് തകർന്നു പോയിരിക്കും. കാലെ കുത്തി ഒറ്റക്കാലിൽ അടിക്കാനും പറ്റില്ല. അവിടെ ഇങ്ങനെ പിടിച്ച് ആ വണ്ടി ഇങ്ങനെ കയറി ഇറങ്ങി അങ്ങനെ പോയി. പോവുകയും ചെയ്തു. അപ്പോഴേക്കും പോലീസുകാരനെ ഓടി വന്നിട്ട് അവനാകുമ്പോഴെ ഇതായിപ്പോയി, അപ്സെറ്റ് ആയിപ്പോയി ഇത് കണ്ടിട്ട്. വണ്ടിയുടെ പുറകെ എത്താൻ നോക്കി. അപ്പൊ ഇറങ്ങി പോയതിന്റെ കൂടെ നാട്ടുകാരും ഞാൻ ജിബിയിട്ട് പറഞ്ഞു മെസ്സേജ് കൊടുക്കാൻ. സാർ ഇത് ഒരു അല്പം മിനിറ്റ് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് വന്നത്. അപ്പൊ നാട്ടുകാരും കുറച്ചാൾക്കാരും കൂടി ഓടിപ്പോയവന്റെ പുറകെ എത്തി. ഈ വണ്ടിയുടെ ഇത് അപ്പോഴേക്കും ഇൻഫർമേഷൻ കൊടുത്തു. സ്റ്റേഷനിൽ അപ്പൊ തന്നെ മറ്റേ കൂടുതൽ ഫോഴ്സ് വന്നു. ആംബുലൻസ് എത്തി എന്നെ കൂടെ കൊണ്ടുവന്നു. എന്നോട് വണ്ടി ട്രേസ് ഔട്ടായി. പ്രതികളെ തിരിച്ചറിഞ്ഞു. ഓടിപ്പോയവന് അതായത് ഇവരെന്തോ അതായത് പൈനാപ്പിൾ തോട്ടത്തിലേക്ക് അങ്ങോട്ട് കയറി എന്നുള്ളതാണ് പറഞ്ഞത്. ആൾക്കാർ രാത്രി വരെ പോലീസും കോതമംഗലം മോട്ടോർ എന്ന് തുടങ്ങിയ എല്ലാ സ്ഥലത്തും പോലീസും ഫോഴ്സൊക്കെ വന്ന് എല്ലാം അരിച്ചുപറിക്ക് നോക്കി. കിട്ടിയില്ല എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. ഏതായാലും പോലീസുകാരുടെ കാര്യക്ഷമമായ രീതിയിൽ ഇപ്പോൾ ഒരു സ്ക്വാഡ് രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തുന്നുണ്ട്. ഇന്നലെ അവന്റെ കൂട്ടുകാർ 2 പേരെ പ്രതികളെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും പോലീസ് വളരെ ജാഗ്രത. പിന്നെ തന്നെയല്ല സർക്കാരിന്റെ ഭാഗത്താണെങ്കിലും എല്ലാം ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ അപ്പൊ അന്വേഷിക്കുന്നുണ്ട്. എല്ലാ സഹായങ്ങളും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം തന്നെ പ്രതിഫലം കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദൈവത്തിന്റെ ഒരു ചെറിയൊരു സഹായം കൂടി ഉണ്ടായി നമുക്കത് അതിന്റെ ഒരു കൂടി രക്ഷപ്പെട്ടു. പിന്നെ വണ്ടി ചെറുതായിരുന്നല്ലോ. അതാണ് ഈ ടയർ ഇങ്ങനെ വന്നു. അത് കഴിഞ്ഞ് കൈയുടെ ഹോൾഡ് ചെയ്ത് ഇവിടെ എന്തോ തട്ടി ചാർന്നു. അത് കഴിഞ്ഞ ഈ കഴുത്തിന്റെ ഇവിടെ ഇങ്ങനെ വന്നു. അപ്പോഴേ ഞാൻ ഈ കൈ ഇങ്ങനെ പിടിച്ചു ഹോൾഡ് ചെയ്ത് ഇങ്ങനെ ശരിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ ഈ തൊലിയും ഈ ടയർ ഇങ്ങനെ കഴിഞ്ഞിങ്ങനെ പൊള്ളി ഇങ്ങനെ. പഴയ വണ്ടി ഒരു പിന്നെ ഫാൻ പറ്റൊക്കെ പൊട്ടി. അത് ഒരു മെനക്കെട്ട. ബഹുമാനപ്പെട്ട മൂവാറ്റുപുഴ DSP കേസുമായി അന്വേഷിക്കുന്ന ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും കഞ്ചാവ് മാഫിയ രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ ഡ്യൂട്ടിയിലുള്ള ഒരു SI ഇടിച്ചു വീഴ്ത്തി കൊല്ലാം തുടങ്ങിയ കേസിൽ തന്നെ കുറ്റം ചുമത്തി വാഹനത്തിൽ ഉണ്ടായിരുന്ന മയക്കുമരുന്നും കൂടി ഇവിടെ പോയെന്ന് അന്വേഷിച്ച് തക്കതായ ശിക്ഷ ഇവന് കിട്ടണമെന്ന് തന്നെ ജനസമൂഹം കാത്തിരിക്കുന്നു. ഇല്ലെങ്കിൽ ജനസമൂഹം വീണ്ടും ഭീതിയുടെ നിഴലിലാകും. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് KK വിജയൻ.